ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ DB MD and CEO ഓഫ് ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഗ്ലോബൽ സെൻറ്റിമെൻറ്റ് ഇന്നും വളരെ പോസിറ്റീവാണ്. ഏഷ്യൻ മാർക്കറ്റുകൾ മെജോറിറ്റി മാർക്കറ്റുകളും 5 മന്ത് ഹൈയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ജാപ്പനീസ് മാർക്കറ്റ് മാത്രമാണ് സ്ലൈറ്റ്ലി നെഗറ്റീവായി ട്രേഡ് ചെയ്യുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം നവംബർ മാസത്തെ റീറ്റെയിൽ സെയിൽസ് ജപ്പാനിൽ എക്സ്പെക്ട് ചെയ്തേക്കാളും താഴെയായിരുന്നു റിപ്പോർട്ടാണ്. അതോടൊപ്പം തന്നെ സൗത്ത് കൊറിയയിലത്തെ IIP ഡാറ്റ 5.3% ആണ് വന്നിരിക്കുന്നത്. ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഏഷ്യൻ മാർക്കറ്റിൽ പൊതുവെ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻ്റ് ആണ്, ജാപ്പനീസ് മാർക്കറ്റ് ഒഴികെ. ഇനി നമ്മൾ ഇന്നലത്തെ അമേരിക്കൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഡൗ ജോൺസ് പുതിയ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ S&P 500 ക്ലോസ് ചെയ്തിട്ടുള്ള ഓൾ ടൈം ഹൈക്ക് അടുത്താണ്. അതുപോലെ തന്നെ നാസ്ഡാക്ക് ക്ലോസ് ചെയ്തിട്ടുള്ളത് പുതിയ 52 വീക്ക് ഹൈയിലാണ്. റസൽ 2000 സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ആണ്, അതും ബെറ്റർ ആയിട്ടാണ് അമേരിക്കയിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. വൊളാറ്റിലിറ്റി ഇൻഡെക്സ് S&P 500 വീക്സ് ക്ലോസ് ചെയ്തിട്ടുള്ളത് 12.43 മിനിഞ്ഞാന്ന് 12.99 ആയിരുന്നു. ഇതും സൂചിപ്പിക്കുന്ന ഒരു പോസിറ്റീവ് ട്രെൻഡിനെ തന്നെയാണ്. യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഏഷ്യൻ മാർക്കറ്റുകൾ ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ മാർക്കറ്റിൽ നിഫ്റ്റിയും സെൻസസും പുതിയ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. ഇന്നലെ പുതിയ ഓൾ ടൈം ഹൈയിലാണ് ഇന്നലെ ക്ലോസും ചെയ്തിട്ടുള്ളത്. നമ്മൾ കമോഡിറ്റി നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. $293.1 പെർ ഔൺസിനാണ് ഫെബ്രുവരി ഫ്യൂച്ചേഴ്സ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $298 പെർ ഔൺസിനാണ്. അതുപോലെ തന്നെ സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത് $287 പെർ ഔൺസിനാണ്. ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആണ്. $79.82 പെർ ബാരലിനാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. മെറ്റൽ ഫ്യൂച്ചേഴ്സ് എല്ലാം തന്നെ ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് മോർണിംഗിലും ബെറ്റർ ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു 40-50 പോയിൻ്റ് ഹയർ ഓപ്പണിംഗ് ആണ് നിഫ്റ്റീനെ സംബന്ധിച്ച്. തീർച്ചയായിട്ടും ഇന്നും നമ്മുടെ മാർക്കറ്റ് നിഫ്റ്റിയും സെൻസസും പുതിയ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യുന്നുള്ള എക്സ്പെക്റ്റേഷനാണ് ഉള്ളത്. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ IRB ഇൻഫ്ര അവരുടെ ഗുജറാത്തിലുള്ള ഒരു ടോൾ കളക്ഷൻ ഇന്ന് തൊട്ട് ആരംഭിക്കുകയാണ്. സ്ലൈറ്റ്ലി പോസിറ്റീവാണ്. സെഞ്ചുറി പ്ലൈബോർഡിൻ്റെ ചെന്നൈയിലത്തെ ഗ്രീൻഫീൽഡ് പ്രൊജക്റ്റ് 2025 ഫിനാൻഷ്യൽ ഇയറിൽ കംപ്ലീഷൻ ആവുമെന്നാണ് പറയുന്നത്. 550 കോടിയാണ്. വലിയ കപ്പാസിറ്റി അഡീഷനാണ് വരുന്നത്. സെഞ്ചുറി പ്ലൈബോർഡിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അഡാനി എനർജി സൊല്യൂഷൻസ് 3000 കോടി രൂപയുടെ ഒരു ട്രാൻസ്മിഷൻ പ്രൊജക്റ്റ് കിട്ടിയിട്ടുണ്ട് ഗുജറാത്തിൽ. ഇപ്പോൾ ഇന്ത്യയിലത്തെ ഏറ്റവും ബിഗ്ഗസ്റ്റ് പ്രൈവറ്റ് ട്രാൻസ്മിഷൻ കമ്പനിയാണ് അഡാനി എനർജി സൊല്യൂഷൻസ്. അതോടൊപ്പം തന്നെ ഈസി സോഫ്റ്റ് ഹോൾഡിങ്സ് UAE കമ്പനിയായിട്ട് സ്മാർട്ട് മീറ്ററിംഗ് സൊല്യൂഷനുള്ള JVയും കൂടി ഒരു ഫാം ചെയ്തിട്ടുണ്ട്. പൊതുവെ ഈ ന്യൂസുകളെല്ലാം തന്നെ അഡാനി എനർജി സൊല്യൂഷന് പോസിറ്റീവാണ്. ഒപ്പം അഡാനി എനർജി സൊല്യൂഷനും അഡാനി ടോട്ടൽ ഗ്യാസും തമ്മിൽ പല ജോയിൻറ്റ് വെഞ്ചറുകളും ഫോം ചെയ്തിട്ടുണ്ട്. ഇതും ഈ രണ്ട് കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. KPI ഗ്രീൻ 30-ാം തീയതി ബോണസ് ഡിസിഷൻ എടുക്കാൻ പോവുകയാണ്. ബോണസ് ഇഷ്യൂ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും KPI ഗ്രീൻ നല്ല രീതിയിൽ മുന്നേറിയിട്ടുള്ളൊരു സ്റ്റോക്കാണ്. നമ്മുടെ റെക്കമെൻഡേഷൻ ആയിരുന്നു. അപ്പോൾ ഒരു ബോണസും കൂടി ലഭിക്കാൻ പോവുകയാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് 1750 കോടി രൂപ റൈറ്റ്സ് ഇഷ്യൂ പ്ലാൻ ചെയ്യുന്നുണ്ട്. റേഷ്യോ അതുപോലെ തന്നെ പ്രൈസ് ഒന്നും അനൗൺസ് ചെയ്തിട്ടില്ല. അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ അനൗൺസ്മെൻറ്റും വരുമെന്നാണ് എക്സ്പെക്റ്റേഷൻ. നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ അവരൊരു തെർമൽ പവർ പ്ലാന്റ് ഒറീസയിലേക്ക് മാറ്റാനുള്ള ഡിസിഷൻ എടുത്തിരുന്നു. അതിൻ്റെ ബിഡിങ്ങിൻ്റെ റിസൾട്ട് നാളെയാണ് പുറത്തു വരാൻ പോകുന്നത്. ബിഡിങ്ങിൽ BHELും അതുപോലെ തന്നെ LNT ആണ് മുന്നിട്ട് നിൽക്കുന്നത്. ആർക്കാണ് കിട്ടുക ആ സ്റ്റോക്കിലൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം 19,422 കോടി രൂപ വരെ പ്രൊജക്റ്റാണ്. ഈ പ്രൊജക്റ്റ് അവർ തമിഴ്നാട്ടിൽ നിന്ന് ഒറീസയിലേക്ക് മാറ്റുന്നത് കോൾ ലഭ്യതയ്ക്ക് വേണ്ടിയാണ്. നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ്റെ ഒറീസയിലുള്ള കോൾ മൈനിൽ നിന്ന് ഈസി ആയിട്ട് ഈ പ്രൊജക്റ്റിൽ ഒറീസയിലേക്ക് മാറ്റുമ്പോൾ കോൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സാധിക്കും. കോസ്റ്റ് ഇഫക്റ്റീവാണ്. നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണിത്. IDFC ഫസ്റ്റ് ബാങ്ക് മെർജറിന് RBI നോഡായിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് അനൗൺസ്മെൻറ്റ് വരാം. 100 IDFC ലിമിറ്റഡ് ഹോൾഡ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് 155 IDFC ഫസ്റ്റ് ബാങ്ക് ഇഷ്യൂ ചെയ്യും. അപ്പോൾ IDFC ഫസ്റ്റ് ബാങ്ക് വാങ്ങുന്നതിന് പകരം IDFC
ലിമിറ്റഡ് വാങ്ങുന്നതായിരിക്കും ഇൻവെസ്റ്റേഴ്സിന് നല്ലത്. കനറ ബാങ്ക് ഇന്ന് വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. കനറ ബാങ്കിൻ്റെ മ്യൂച്വൽ ഫണ്ട് AMC കനറ റോബേക്കോ AMCയുടെ IPO പ്ലാൻ ചെയ്യാണ്, പോസിറ്റീവാണ്. അതുപോലെ തന്നെ ഹഡ്കോ 14,500 കോടി രൂപയുടെ MOU ആണ് ഗുജറാത്ത് ഗവൺമെൻറ് ആയിട്ട് സൈൻ ചെയ്തിട്ടുള്ളത്. അർബൻ ഹൗസിംഗ് ഫിനാൻസിങ്ങിനും അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസിങ്ങിനും വേണ്ടി തന്നെ പോസിറ്റീവാണ് ഹഡ്കോനെ സംബന്ധിച്ച്. സുല വൈൻയാർഡ് വൈൻ ടൂറിസത്തിന് വളരെ പ്രശസ്തി ആയിട്ടുള്ളൊരു കമ്പനിയാണ്. റെക്കോർഡ് വിസിറ്റേഴ്സാണ് ഈ പ്രാവശ്യം സുല വൈൻയാർഡ് വൈൻ ടൂറിസത്തിനായിട്ട് എത്തിയിരിക്കുന്നതാണ് റിപ്പോർട്ട്. സുല വൈൻയാർഡിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. GMR എയർപോർട്ട് ഫിലിപ്പൈൻസിലുള്ള മാനില എയർപോർട്ട് അപ്ഗ്രേഡ് പ്ലാനിൽ ബിഡ് ചെയ്യാണ്, സ്ലൈറ്റ്ലി പോസിറ്റീവാണ്. ഓവറോൾ വരുന്ന ന്യൂസുകളെല്ലാം തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകളെല്ലാം തന്നെ പോസിറ്റീവാണ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു പോസിറ്റീവ് ഓപ്പണിങ്ങും പോസിറ്റീവ് മൊമെൻ്റാണ്. ഒപ്പം നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള 2024 24 സ്റ്റോക്കുകളുണ്ട്. ഇപ്പോൾ കുറേ സ്റ്റോക്കുകൾ നല്ല രീതിയിൽ മുന്നേറ്റം ആരംഭിച്ചിട്ടുണ്ട്. ഈ സ്റ്റോക്കുകൾ മാർക്കറ്റ് താഴെ വരുമ്പോൾ 1 ഇയർ ടാർഗറ്റ് ഇട്ടിട്ട് വാങ്ങുന്നതായിരിക്കും. എല്ലാ സ്റ്റോക്കുകളും എല്ലാവരും വാങ്ങാനല്ല 24 സ്റ്റോക്കുകൾ കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ടേസ്റ്റ് ഏത് സെക്ടറാണ് അതിനനുസരിച്ച് ഈ 24 സ്റ്റോക്കുകളിൽ നിന്ന് സ്റ്റോക്ക് സെലക്ട് ചെയ്ത് ഡെലിവറി ബേസിൽ കീപ്പ് ചെയ്യുന്നതായിരിക്കും നല്ല റിട്ടേൺ കിട്ടാൻ ചാൻസസ് ഉള്ള സ്റ്റോക്കുകളാണ് ഇതെല്ലാം. ഒരു കാര്യം മറക്കണ്ട, മാർക്കറ്റ് ഓൾ ടൈം ഹൈ റെക്കോർഡ് ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. റെക്കോർഡ് ലെവലിൽ ട്രേഡ് ചെയ്യുമ്പോഴാണ് ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ ബയേഴ്സ് വരുന്നത്, അപ്പോഴാണ് നമുക്ക് നല്ല റേറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഓൾ ടൈം ഹൈ ലെവലിൽ നമുക്ക് പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള ഒരു അവസരമാണ്. അപ്പോൾ നല്ല പ്രോഫിറ്റ് ആയിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സ് സ്റ്റോക്കുകളിൽ നല്ല പ്രോഫിറ്റബിലിറ്റി ഉള്ള സ്സ്റ്റോക്കുകൾ കുറച്ചൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതായിരിക്കും. ഒപ്പം നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ മാർക്കറ്റ് താഴെ വരുമ്പോൾ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങി വയ്ക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ മുമ്പത്തെ ഒരു റെക്കമെൻഡേഷൻ തേജസ് നെറ്റ്വർക്ക് ഉണ്ട്. തേജസ് നെറ്റ്വർക്ക് ഹോൾഡ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് നല്ല ന്യൂസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രൊജക്റ്റുകളാണ് തേജസ് നെറ്റ്വർക്കിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തേജസ് നെറ്റ്വർക്ക് വലിയ രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.